വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന വടക്കുപുറത്ത് പാട്ടിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ജാതിഭേദമില്ലാതെ ദേശ എതിരേൽപ്പ് നടത്തി ചരിത്രത്തിൽ ഇടം നേടി ഇത്തവണത്തെ വടക്കുപുറത്ത് പാട്ട്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ഭരണി പൂർത്തിയായി. വടക്കുംകൂർ മഹാരാജാവിന്റെ സ്വപ്ന ദർശനത്തിലെന്ന പോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് ദേവിയുടെ സാന്നിധ്യമെത്തി. ക്ഷേത്രത്തിന്റെ വടക്കുപുറത്ത് പഞ്ചവർണ്ണപ്പൊടികളാൽ ദേവിയുടെ കളവുമൊരുങ്ങി. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന അത്യപൂർവമായ ഭാഗ്യം. ദക്ഷിണകാശിയായ തിരുവൈക്കത്തപ്പന്റെ തിരുമുറ്റത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന വടക്കുപുറത്ത് പാട്ടിന് ശുഭാരംഭം. ഭദ്രകാളി പ്രീതിക്കായി ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസം കളമെഴുത്തും പാട്ടും വിശേഷാൽ ചടങ്ങുകളോടുകൂടി നടത്തുന്നതിനാണ് വടക്കുപുറത്ത് പാട്ട് എന്ന് പറയുന്നത്. അത്യപൂർവമായ ഈ മഹത്കർമ്മത്തിന്റെ ആവിർഭാവം വടക്കുംകൂർ രാജഭരണകാലത്താണ്. വൈക്കത്തും പരിസര പ്രദേശങ്ങളിലും പടർന്നു പിടിച്ച വസൂരി തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് പരിഹാരം തേടിയ വടക്കുംകൂർ മഹാരാജാവിന് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സ്വപ്നദർശനമുണ്ടായി എന്നാണ് ഐതിഹ്യം. ദേവിയുടെ അരുളപ്പാടിനനുസൃതമായാണ് 12 വർഷം കൂടുമ്പോൾ നടത്തുന്ന 12 ദിവസത്തെ കളമെഴുത്തും പാട്ടും. 1965 മുതൽ വടക്കുപുറത്ത് പാട്ട് പുനരാരംഭിക്കുകയുണ്ടായി. പിന്നീട് 1977, 1989, 2001 വർഷങ്ങളിലും ഏറ്റവും ഒടുവിൽ 2013 വടക്കുപുറത്ത് പാട്ട് നടത്തി. 12 വർഷത്തിൽ ഒരിക്കൽ കൊടുങ്ങല്ലൂർ മീനഭരണി കഴിഞ്ഞ് തൊട്ടടുത്ത നാൾ മുതൽ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം വൈക്കം ക്ഷേത്രത്തിന് വടക്കേ തിരുമുറ്റത്തുണ്ടെന്നുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വടക്കുപുറത്ത് പാട്ട് നടത്തപ്പെടുന്നത്. ഇതിനു മുമ്പ് 1965 മുതലാണ് വടക്കുപുറത്ത് പാട്ട് പുനരാരംഭിച്ച ശേഷം നടന്നു വരുന്നത്. 65 ശേഷം 77, 89, 2001, 2013 വടക്കുപുറത്ത് പാട്ട് അതിമനോഹരമായി നടന്നു. 2025 വടക്കുപുറത്ത് പാട്ട് ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം 8 കൈകളോടുകൂടിയുള്ള ഭദ്രകാളി രൂപമാണ് വരച്ചു തീർത്തിരിക്കുന്നത്. ഈ കളത്തിന് സവിശേഷത എന്ന് പറഞ്ഞാൽ പഞ്ചവർണ്ണ പൊടികളിലാണ് കളം എഴുതുന്നത്. എതിരേൽപ്പിന് കുത്തുവിളക്കെടുത്ത സ്ത്രീകളാണ്, വ്രതമെടുത്ത സ്ത്രീകളാണ് ഇതിന് വിളക്കെടുക്കുന്നത്. ദേവിയുടെ രൂപം വരച്ചിട്ട നെടുമ്പുരയ്ക്ക് മുന്നിൽ വില്ലടിച്ചാമ്പാട്ടിന്റെ ഈരടികൾ. പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ടാണ് ദേവീരൂപം ആവിഷ്കരിക്കുന്നത്. ആദ്യ 4 ദിവസങ്ങളിൽ 8 കൈകളോട് കൂടിയതും പിന്നീട് 4 ദിവസങ്ങളിൽ 16 കൈകളോടെയും പിന്നീടുള്ള 3 ദിവസങ്ങളിൽ 32 കൈകളോടെയും അവസാന ദിവസം 64 കൈകളിൽ ആയുധങ്ങളുമായി വാഹനമായ വേതാളത്തിന്റെ പുറത്തു കയറി വരുന്ന ഉഗ്രരൂപമാണ് കളത്തിലെഴുതുക. കളത്തിൽ നിന്ന് വൈക്കത്തപ്പൻ്റെ അത്താഴ ശ്രീബലി കഴിയുമ്പോൾ വൈക്കത്തപ്പൻ എഴുന്നള്ളി പ്രദക്ഷിണം വടക്കുപുറത്താകുമ്പോൾ കൊച്ചാലഞ്ചൂട് എന്ന സങ്കേതത്തിൽ നിന്ന് ഭഗവതിയെ എഴുന്നള്ളിച്ചുകൊണ്ട് കുത്തുവിളക്കൻ അകമ്പടി എഴുന്നള്ളിച്ചുകൊണ്ട് വടക്കേ ഗോപുരം കടന്നെത്തും. ഈ വടക്കേ ഗോപുരം എത്തുമ്പോൾ വൈക്കത്തപ്പനും ദേവിയുമായിട്ട് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും ദേവി കളത്തിനകത്തേക്കും പ്രവേശിക്കും. വൈക്കത്തപ്പൻ്റെ നട അടച്ച ശേഷം ഇവിടെ കളംപാട്ട് തുടങ്ങും. കളത്തിന് ആദ്യത്തെ 4 ദിവസങ്ങൾ 8 കൈയാണ്. ആ കളം വർദ്ധിച്ചു അനുസരിച്ച് ആദ്യത്തെ 4 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം തൊട്ട് 32 കൈയാണ്. സമാപന ദിവസമാണ് 64 കൈയില്. 12 ദിവസങ്ങളിലും രാത്രി ക്ഷേത്ര വടക്കേ നടയിലുള്ള കൊച്ചാലും ചുവട് ദേവീ സങ്കേതത്തിൽ നിന്നും താലപ്പൊലി എഴുന്നള്ളത്തുണ്ട്. നെടുമ്പുരയിൽ നിന്നും എഴുന്നള്ളിപ്പിനായി കൊച്ചാലും ചുവട്ടിലേക്ക് ഭക്തരുടെ വായ്ക്കുരവകളോടെ ദേവി പുറപ്പെടും.
ഇനി വാദ്യമേളങ്ങളോടുകൂടി ദേവിയുടെ എഴുന്നള്ളിപ്പാണ്. വൈക്കത്തപ്പന്റെ അത്താഴ ശ്രീബലിയുടെ ആദ്യ പ്രദക്ഷിണം വടക്കുഭാഗത്തെത്തുമ്പോൾ ദേവിയുടെ എഴുന്നള്ളിപ്പും ക്ഷേത്ര മതിൽക്കകത്ത് പ്രവേശിക്കുന്നു. എഴുന്നള്ളിപ്പിന് എതിരേൽപ്പ് നൽകുന്നത് കുത്തുവിളക്കെടുക്കുന്ന വ്രതമെടുത്ത സ്ത്രീകളാണ്. നൂറ്റാണ്ടിനിപ്പുറവും തുടർന്ന ജാതി ചിന്തകളുടെ അവസാന ശേഷിപ്പും തുടച്ചു നീക്കി ഇത്തവണത്തെ എതിരേൽപ്പ്. ഓരോ ദിവസവും ജാതി തിരിച്ചുള്ള എതിരേൽപ്പിന് പകരം ജാതിഭേദമില്ലാതെ ദേശെതിരേൽപ്പായി നടത്തുകയാണ് ഇത്തവണ. ചരിത്രമാണിത്. നവോത്ഥാനത്തിന്റെ ബീജമേറെ പേറിയ വൈക്കത്തിന്റെ മണ്ണിലെ പുതിയ ചരിത്രം. ജാതിഭേദങ്ങളില്ലാതെ എതിരേൽപ്പുകൾ ഇത്തവണ നടത്തപ്പെട്ടു എന്നുള്ളത് നവോത്ഥാന ചരിത്രത്തിലെ പുതിയ ഏടാണ്. ജാതിഭേദത്തിന്റെ അന്ധകാരത്തെ തുടച്ചു നീക്കുന്നു ഈ കത്തുന്ന ദീപങ്ങൾ അത്രയും. കാലങ്ങളായി തുടർന്നു വന്നിരുന്ന ജാതി വേർതിരിവ് ഒഴിവാക്കാൻ വടക്കുപുറത്തുപാട്ട് കമ്മിറ്റിയാണ് ആദ്യം തീരുമാനിച്ചത്. ക്ഷേത്രത്തിലേക്കുള്ള എതിരേൽപ്പ് കൊച്ചാലിൻചോട്ടിൽ നിന്ന് നടത്തുന്നത് പൂർണ്ണമായും കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. മുൻ വർഷങ്ങളിൽ സമുദായ സംഘടനകളുടെ സ്ത്രീ പ്രാതിനിധ്യം വെച്ചുകൊണ്ട് എതിരേൽപ്പ് നടത്തിയിരുന്നെങ്കിൽ ഈ വർഷം കമ്മിറ്റി എല്ലാ വിഭാഗം ആൾക്കാരും സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാതിഭേദമില്ലാതെ എല്ലാ സമുദായത്തിലുള്ള ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശ എതിരേൽപ്പ് എന്നുള്ള സങ്കല്പത്തിനാണ് നടത്തുന്നത്. ഇതിനായി 64 കുത്തുവിളക്കുകളാണ് കമ്മിറ്റി ഈ കുത്തുവിളക്കെടുക്കുന്ന സ്ത്രീകൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. വിവിധ സമുദായങ്ങളിലെ ആൾക്കാരെ എല്ലാവരും ഒന്നിച്ചു നിർത്തി ജാതി ഭേദമില്ലാതെ ഒന്നിച്ചു നിർത്തിയ ദേശ എതിരേൽപ്പാണ് ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സമാന നിലപാട് സ്വീകരിച്ചു. പുതിയ തീരുമാനത്തെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ സ്വാഗതം ചെയ്തു. ഈ ക്ഷേത്രത്തിലേക്ക് വടക്കുപുറത്തുപാട്ട് അതിൻ്റെ ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സുപ്രധാനമായ ചടങ്ങ്, ഭക്തജനങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന ദീപവുമായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എഴുന്നള്ളിപ്പാണ്. ആ എഴുന്നള്ളിപ്പ് യാതൊരുവിധ ജാതി ഭേദങ്ങളുമില്ലാതെ ഏവർക്കും വിശ്വാസത്തോടും വ്രതത്തോടും ബഹുമാനാദരവോടും കൂടി എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അവർക്കെല്ലാം വിളക്കെടുക്കാൻ, ഈ എഴുന്നേൽപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ നാളുകളോളമായി ഉണ്ടായിരുന്ന ജാതിഭേദത്തിൻ്റെ വേർതിരിവുകളുടെ എല്ലാം അതിർവരമ്പുകൾ ഭേദിച്ച് എല്ലാവരും ഒരുമിക്കുന്ന, സംഗമിക്കുന്ന, ഹൃദയ ഐക്യവും ഹൃദയവികാരവും ഹൃദയത്തുടിപ്പും എല്ലാം ഒരേ തന്ത്രിയിൽ ഉണരുന്ന ഒരു വലിയ സൗഭാഗ്യദായകമായ ഒരു അനുഭവമാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നത്. എഴുന്നള്ളത്തിന് ശേഷം ദേവി നെടുമ്പുരയിൽ തിരികെ പ്രവേശിക്കും. പിന്നീട് പ്രത്യേക പൂജകളും നിവേദ്യവുമാണ്. ശേഷം കളമ്പാട്ട് ആരംഭിക്കും. ദേവിയുടെ ആപാദചൂട വർണ്ണനകളും സ്തുതിഗീതങ്ങളും നാടൻ ശീലുകളിൽ നിറയും. കളമ്പാട്ട് ഏകദേശം 40 ആദ്യ ദിവസങ്ങൾ 40-50 മിനിറ്റ് വരെ നിൽക്കുകയുള്ളൂ. ആ പാട്ട് കേശാദിവാദം, പാദാദികേശം, ഭദ്രോൽപ്പത്തി, ദാരികവധം എന്നിവയാണ് പാട്ട് നടത്തുന്നത്. ഈ പാട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ പൂക്കുല കൊണ്ട് കളം മായ്ക്കുകയാണ്. കാൽ മുതൽ മുഖം വരെയാണ് ആദ്യം മായ്ക്കുന്നത്. മുഖം കൈകൾ കൊണ്ടാണ് മായ്ക്കുന്നത്. ഈ പൊടിയാണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് നൽകുന്നത്.
നൂറ്റാണ്ടിൻ്റെ ചരിത്രവും ഐതിഹ്യവും പേറുന്ന വൈക്കം ക്ഷേത്രത്തിലെ വടക്കുപുറത്ത് പാട്ട്, അതിൽ നവോത്ഥാനത്തിൻ്റെ നവമൂല്യങ്ങൾ കൂടി ചേരുമ്പോൾ സമാജം കൂടുതൽ ദൃഢമാകുന്നു, വിശാലമാകുന്നു. അതാണ് വൈക്കത്ത് നിന്നുള്ള സാക്ഷ്യം. വൈക്കം ശിവക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണിക്കോട്ടയത്തിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.